ദൈവത്തിന് തിരുപാദപീഠത്തിൽ ചേർന്ന് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ ഒരു യൗവനക്കാരൻ്റെ ഒരു പ്രാർത്ഥന എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ യൗവനക്കാരൻ്റെ പേര് ഏലീശ എന്താണ്. ഏലീശയുടെ ഒരു പ്രാർത്ഥനാ വിഷയം മറ്റൊന്നുമല്ല, ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞത്. ഏലിയാവിന് പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന്. അത് വളരെ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനാ വിഷയമാണ്, വളരെ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനാ വിഷയം. കാരണം ഏലിയാവിന് ലഭിച്ച അതേ ആത്മാവ് കിട്ടിയ പോലെ എത്രയോ അത്ഭുതം ചെയ്ത ശക്തനായ ഏലിയാവ്. എന്നാൽ ഒരു യൗവനക്കാരനെ ഒരു ചിന്ത വന്നു, തനിക്ക് മുന്നിലുള്ള കാലഘട്ടം ആ കാലഘട്ടം പോലെയല്ല, മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിസന്ധികളും ഭാരങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. അത് ഏലിയാവിൻ്റെ കാലത്തെക്കാളും കൂടുതലേ വരികയുള്ളൂ. നാളുകൾ കഴിയുന്തോറും എല്ലാം ദുർഘടമായി മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ നമ്മളും പ്രാർത്ഥിക്കേണ്ട, അടിയന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയം മറ്റൊന്നുമല്ല, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നന്മയ്ക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളിൽ മേൽ ജയം പ്രാപിപ്പാൻ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ദൈവം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വായു. നമുക്ക് ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത്. മനുഷ്യൻ ഇവിടെ ഉണ്ടാകുന്നതിന് കാരണം ഓക്സിജനാണ്. അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് വെള്ളം. ജലമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ചന്ദ്രനിൽ വെള്ളമുണ്ടോ, ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. എങ്കിലും അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ ദൈവം തന്നൊരു നന്മയാണ് വെള്ളം. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച മനുഷ്യൻ ആ പുതുപ്പുമായി തിരിഞ്ഞു നടക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുന്നിൽ വീണ്ടും പ്രസിദ്ധി കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യോർദാന. ഈ വെള്ളം തടയുന്ന വെള്ളമായി മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്ന നന്മയെ തന്നെ നമ്മുടെ തടസ്സമാക്കി മാറ്റുവാൻ അന്ധകാര ശക്തികൾ പദ്ധതിയിടുമ്പോൾ അത് കവിഞ്ഞൊഴുകി ഒരിക്കലും കിടക്കാൻ കഴിയാത്ത വണ്ണം നിന്നെ തടഞ്ഞു മാറ്റുന്ന സമയത്ത് ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിച്ച മനുഷ്യൻ ആ ലഭിച്ച് പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ അത് രണ്ടായി പിരിഞ്ഞു. സ്തോത്രം. നമ്മൾ എന്തിനാണ് ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ നന്മയ്ക്കെതിരായി പോരാടുന്ന, വഴി തടയുന്ന, മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കാതെ തടയുന്ന സകലവിധ പോരുകളെയും, നന്മയുടെ മുകളിൽ വ്യാപരിക്കുന്ന ചില തിന്മകൾ, നന്മയുടെ മേൽ വ്യാപരിക്കുന്ന ചില അന്ധകാരങ്ങൾ, അതിനെ എതിരെ പോരാടി ജയിപ്പാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തി പ്രാപിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രാർത്ഥനയിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, അവിടുത്തെ ബലമൊന്നും നമുക്ക് വേണം. ആ അമിത ബലം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ആ ബലം കിട്ടിയാൽ പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്തും. മുന്നോട്ട് പോകുമ്പോൾ എലീശ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. പട്ടണക്കാർ വരുന്നുണ്ട്. പട്ടണക്കാർ വന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകമാകുന്നു എന്ന് പറഞ്ഞു. എല്ലാം മനോഹരമാ, പട്ടണം മനോഹരമായിട്ടായിരിക്കുന്നത്. എന്നാൽ ഒരു അന്ധകാര ശക്തി നന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇരുളിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? വെള്ളത്തെ നാശമാക്കി മാറ്റിയിരിക്കുന്നു. അതുമൂലം അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ഗർഭഫലത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു അന്ധകാര ശക്തി വ്യാപരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത്തരം അന്ധകാര ശക്തി ജയിപ്പാൻ അഭിഷേകം കൊണ്ട് സാധിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എലീശ പറഞ്ഞു, ഒരു തളിക കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ അടുക്ക കൊണ്ടുവന്നു, ഉപ്പിട്ടു. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 21-ാമത്തെ വാക്യം. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. വളരെ ശക്തമായ ഒരു ചിന്ത അവിടെ പറയാനുണ്ട്. മനോഹരമായ ഒരു ദേശത്ത്, മനോഹരമായ ഒരു കുടുംബം, മനോഹരമായ ഒരു വീട്, ആ വീട്ടിൻ്റെ അകത്ത് നന്മയുണ്ട്. ദൈവം കൊടുത്ത നന്മയാണ് വെള്ളം. എന്നാൽ ആ നന്മയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം മരണവും നാശവും വരുന്ന രീതിയിൽ കുടുംബാന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തുവാൻ
അഭിഷേകം പ്രാപിച്ച ഏലീശ കൽപ്പിക്കുകയാണ്, ഈ ഉപ്പ് കൊടുത്തിട്ടതിന് ശേഷം പറയുക, ഞാൻ പറയുന്നു ഉപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ പറയുന്നത് വ്യാഖ്യാനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, തിരുവചനം ഈ വിഷയത്തിന്മേൽ കൊണ്ടുവന്നതിന് ശേഷം ധൈര്യമായി അഭിഷേകത്തിന്റെ ശക്തിയോടെ പറയുക, ഞാൻ ഈ വെള്ളത്തെ പഥ്യമാക്കിയിരിക്കുന്നു, ഞാൻ ഇതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത്, അവൻ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ അവിടെ മരണം ഉണ്ടായിട്ടില്ല. ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല. ഇനി മേലാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ കൂടാരത്തിനകത്ത് സംഭവിക്കില്ല, നമ്മുടെ ദേശത്ത് സംഭവിക്കില്ല. നമ്മുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ഇരുളുമൂടിയ അന്ധകാരത്തെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഒരഭിഷേകം എന്നിൽ നിറയുന്നത് കൊണ്ട്, ഇന്ന് ദൈവമക്കളോട് പറയാൻ പറഞ്ഞിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്, യേശുവിന്റെ നാമത്താൽ ഈ നന്മയ്ക്ക് എതിരെ പോരാടിയിരിക്കുന്ന ദുഷ്ട അന്ധകാരത്തെ ശാസിച്ചകറ്റിയിരിക്കുന്നു. ഇത് പഥ്യമായി തീർന്നിരിക്കുന്നു, പ്യൂരിഫൈഡ് ആയിരിക്കുന്നു. ഇതിലെ മരണത്തെ നീക്കുന്നു, ഇതിലെ നാശത്തെ യേശുവിന്റെ നാമത്താൽ നീക്കി മാറ്റുകയാണ്. ജയം വ്യാപരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നന്മ നമുക്ക് അനുഭവിക്കാനുള്ളതാ, നമ്മുടെ തലമുറകൾ അനുഭവിക്കാനുള്ളതാ. തലമുറയെ വെളിച്ചം കാണിക്കാതെ വണ്ണം തടയുന്ന ദുഷ്ട അന്ധകാരത്തെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഒരു വലിയ ജയം പ്രാപിക്കാൻ പോവുകയാണ്. ഈ ആണ്ടിൽ ചില നന്മകൾ, തടയപ്പെട്ട നന്മകൾ ലഭിക്കുന്നത് സാക്ഷ്യവചനമായി പറയുവാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ ഒരു വലിയ വ്യാപാരം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ തിരിച്ചറിയുകയാണ്. എന്റെ പ്രസംഗ വിഷയം ഇതല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം കൊണ്ട് നമുക്കറിയാം, മുന്നോട്ട് പോകുമ്പോൾ എലീശ കാണുന്ന മറ്റൊരു പ്രശ്നം കൂടെ കാണുന്നുണ്ട്. അവിടെ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോകുന്നുണ്ട്, മോവാബ് ശക്തിക്കെതിരെ പോരാടുന്നുണ്ട്. ഒരു 3 രാജാക്കന്മാർ ഒരുമിച്ച് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏതോ രാജാവും കൂടെ പുറപ്പെട്ടു. അവർ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ടുണ്ട്, വഴിയാത്രയിൽ നന്മ കാണാനില്ല. ഏത് നന്മ? വെള്ളമില്ല. അപ്പോൾ എലീശ പറയുന്നത്, എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അഭിഷേകത്തിന്റെ കൈ അഭിഷക്തന്റെ മേൽ വ്യാപരിക്കുകയാണ്. അഭിഷക്തന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ ഒരു കരം വന്നപ്പോൾ അവൻ പ്രവചിച്ചു പറഞ്ഞു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ചില ഭവനങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താ? യുദ്ധസമാനമായ വിഷയങ്ങൾ വരുന്ന സമയത്ത്, വലിയ ശക്തമായ പോരുകൾ വരുന്ന സമയത്ത് നന്മ കാണാനില്ല. നന്മ വഴിമുടക്കി നിൽക്കുന്ന അനുഭവങ്ങൾ, നന്മയിൽ മേൽ വ്യാപരിക്കുന്ന അന്ധകാരം നാശവും മരണവും കൊണ്ടുവരുമ്പോൾ അതിന്മേൽ ജയം. എന്നാൽ ഇവിടെ പറയുകയാണ്, നന്മ കാണാൻ പോലും ഇല്ലാത്തവണ്ണം മാറിയിരിക്കുമ്പോൾ അധികാരം പ്രാപിച്ച അഭിഷക്തന്റെ വാക്കുകളിൽ കുഴി വെട്ടുവിൻ. ആഞ്ഞ് ചില കുഴികൾ വെട്ടേണ്ടത് ആവശ്യമാണ്. ആഴെ ഒന്ന് കുഴിക്കണം. വചനം കേട്ട് ആഴെ ഒന്ന് കുഴിക്കേ. അങ്ങനെയാണെങ്കിൽ നന്മ ഒഴുകി വരുന്നത് കാണാം. പിറ്റേ ദിവസം വായിക്കുന്നത്, പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ട് ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. നന്മ കൊണ്ട് നിറയും. അടുത്ത ദിവസം തന്നെ നന്മ കൊണ്ട് നിറയും. ഇന്ന് കേട്ട വചനം നിമിത്തം ഒന്ന് കുഴിച്ച് അതിന്റെ ആഴങ്ങളൊന്നും എടുത്ത് ചിന്തിച്ച്, ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂതാണല്ലോ, എന്റെ കുടുംബത്തിന്റെ ദൂതാണല്ലോ. എന്റെ കുടുംബത്തിൽ ചില നന്മകൾ തടയപ്പെട്ടിട്ടുണ്ട്, ചില അനുഗ്രഹങ്ങൾ തടയപ്പെട്ടിട്ടുണ്ട്. ദൈവം സമൃദ്ധിയായി നൽകിയ നന്മയുടെ മേലാണ് തടസ്സം വന്നിരിക്കുന്നത്, കാണാൻ പോലും ഇല്ലാത്ത വിധത്തിൽ. ഒന്നും കൂടെ പറഞ്ഞാൽ, സന്തോഷം പോയി, സമാധാനം പോയി, സ്വസ്ഥത പോയി. സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? ഇതെല്ലാം തടയപ്പെട്ടു. ഇതെല്ലാം ദൈവം തന്ന ദാനമാ. സന്തോഷ സമൃദ്ധി, സമാധാന സമൃദ്ധി എന്നാ പറഞ്ഞിരിക്കുന്നത്. സമൃദ്ധിയായി ലഭിക്കേണ്ടത് കാണാൻ പോലുമില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ദൂത് പറയുന്നത്, കുഴി വെട്ടുവിൻ. ഈ വചനത്തിന്മേൽ നിങ്ങൾ ആഴത്തിൽ നിന്ന് കുഴിക്കുക. കർത്താവേ, എന്റെ നന്മ തടയാൻ നിൽക്കുന്ന സകല അന്ധകാരത്തെയും ഞാൻ നീക്കി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്താൽ നീങ്ങി മാറട്ടെ. അവിടെ കുഴി വെട്ടി കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകി വന്നു. നാളെ നേരം വെളുക്കുമ്പോഴേ കാണാൻ പോകുന്ന ഒരു അത്ഭുതമാണ്. നിറഞ്ഞൊഴുകി വരുന്ന ചില അനുഭവങ്ങൾ കാണാൻ പോവുകയാണ്.
ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. കാണുക മാത്രമല്ല, നിറയുന്ന അനുഭവം ദൈവം തരട്ടെ. അപ്പോൾ പഴയ നിയമകാലത്ത് ഭക്തന്മാർക്ക് നേരെ വെള്ളം തടസ്സമായിട്ട് വരികയാണ്. ആ വെള്ളത്തെ വിഭജിച്ച് കടക്കുന്ന എലീശയെ നമ്മൾ കണ്ടു. പത്യമാക്കി തീർക്കുന്ന വെള്ളത്തെ കണ്ടു. എന്നാൽ നമ്മൾക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമി വന്ന സമയത്ത്, വെള്ളം തടസ്സമായി വരുന്ന സമയത്ത് വെള്ളത്തെ ഇളക്കുന്ന കാറ്റിനെ കണ്ടിട്ട് പടകിപ്പോകുന്ന ശിഷ്യന്മാരെ ഒന്നോ രണ്ടോ യാമങ്ങൾ കഴിയുമ്പോഴേക്കും വളരെ കാറ്റ് പ്രതികൂലമായി വന്ന് തുഴയാൻ കഴിയാതെ അവർ വെള്ളത്തിൽ മുക്കിക്കളയാൻ നോക്കുന്ന അന്ധകാര ശക്തിയുടെ മധ്യത്തിൽ നടന്നു വന്ന യേശു, വെള്ളത്തിന്മീതെ നടന്നു വന്ന യേശു, വെള്ളത്തെ വിഭജിച്ചല്ല, അതിന്റെ മീതെ നടന്നു വന്ന യേശു. ഇന്ന് ധൈര്യത്തോടെ പറയാം, പുതിയ നിയമ ഭക്തന്മാരെ, നമുക്കൊരു അധികാരമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾക്ക് മധ്യത്തിൽ നന്മയ്ക്ക് മേൽ ഊതി അടിക്കുന്ന കാറ്റ്, വീശി അടിക്കുന്ന കാറ്റ്, അത് നമുക്ക് തിന്മയായി, പ്രശ്നമാക്കി, ഭാരമാക്കി നമ്മെ മുടിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അതിന് മീതെ നടന്നു വരുന്ന ദൈവത്തിന്റെ തൃപ്പാദങ്ങളൊന്ന് കണ്ടേ. ഇന്ന് കാണേണ്ടത് ആ തൃപ്പാദങ്ങളൊന്ന് വന്നാൽ അവൻ കൽപ്പിക്കും, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്. അവന്റെ വാക്കിനാൽ എല്ലാം ശരിയായി വരും. ഇന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ദിവസമാണ്. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവം നമ്മെ ശക്തീകരിക്കും. ഇനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, ഒരു വീട്ടിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിന് രുചിയില്ല, ഗുണമില്ല. എന്നാൽ എൻ്റെ യേശു പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കുവിൻ, വക്കോളം കോരി നിറയ്ക്കുവിൻ, അതെടുത്തു കൊടുപ്പിൻ. അവന്റെ വാക്കിനെ വിശ്വാസത്തോടെ കോരി വെച്ച വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ നിറം മാറി, ഗുണം മാറി, രുചി മാറി, അത് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞായി മാറിയതുപോലെ നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ദാപാത്രമായി പോകുന്ന അനുഭവങ്ങൾ ചിലത് വന്നു കിടക്കുമ്പോൾ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് തന്ന നന്മയിൽ തന്നെ ദൈവം അതിന്റെ രുചി മാറ്റാൻ പോവുക. നിനക്ക് തന്ന നന്മ അതിന്റെ നിറം മാറ്റാൻ പോവുക. നിനക്ക് തന്ന നന്മ അതിന്റെ അവസ്ഥ മാറ്റിയിട്ട് വന്നവരെല്ലാം പ്രശംസിക്കുന്ന രീതിയിലേക്ക്, നിന്നെക്കുറിച്ച് പറയുന്നവരൊക്കെ പ്രശംസിക്കുന്ന രീതിയിലേക്ക് ഭവനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതൊന്ന് കണ്ടേട്ടെ. ഹല്ലേലൂയ, അവന്റെ നാഴിക വന്നു എന്നൊന്ന് വിശ്വസിച്ചാട്ടെ, അവന്റെ നാഴിക വന്ന സമയമെന്ന് വിശ്വസിച്ചാട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന സമയത്ത് എൻ്റെ ഭവനത്തിനകത്ത് അവന്റെ നാഴിക വന്നു, അവന്റെ ശബ്ദം അലയടിക്കുകയാണ്. അവന്റെ വാക്കനുസരിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായും അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ദൈവേഷ്ടം നടക്കാൻ വേണ്ടി നമ്മൾ മൗനമായിരിക്കണമെന്ന് ചിന്തിക്കാനിട വന്നു. കർത്താവിന്റെ ഇഷ്ടം നടക്കണമെങ്കിൽ നമ്മളൊന്ന് മിണ്ടാതിരിക്കണം. എന്നാൽ പ്രാർത്ഥനയുടെ വിജയത്തിന് മറ്റൊരു കാര്യത്തെക്കുറിച്ചും കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാനായിട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കിടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഒരു വാക്യം കൂടെ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവേഷ്ടം നടക്കുന്നതിന് വേണ്ടി മൗനമായിരിക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയുകയാണ്, തിരുവചനം നിറവേറണമെങ്കിൽ, അത് നമുക്കൊരു നന്മയായി മാറണമെങ്കിൽ, കേട്ട വചനം ഉപകാരമായി വരണമെങ്കിൽ, നമുക്ക് പലപ്പോഴും പറ്റിയ പ്രശ്നം ഇതാ. എന്താണ്? വചനമൊക്കെ ശരിയാണെന്ന് നമുക്കറിയാം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതിന് തടസ്സം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം മുള്ളിനിടയിൽ വീഴുകയാണ്. എന്താ മുള്ള്? 3 തരം മുള്ളാണ് നമ്മെ ഉപദ്രവിക്കുന്നത്. നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന 3 തരം മുള്ളുകൾ. 1, ഇഹലോകത്തിന്റെ ചിന്തകൾ. 2, ധനത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ധനത്തിന്റെ വഞ്ചന. മറ്റു വിഷയമോഹങ്ങൾ, മോഹം പലതും വന്നു കയറി. ഈ 3 വിഷയങ്ങൾ, 3 തരം മുള്ളുകൾ വന്നിട്ട് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി, വചനത്തിന് റിസൾട്ട് ഇല്ലാണ്ടാക്കി. അപ്പൊ വചന റിസൾട്ട് ഇല്ലാതെയായി മാറിയത്, അതിനൊരു ഫലവും കാണാതെ വന്നത്, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ
വചനം നിഷ്ഫലമായി പോയതിന്റെ ഒരു റീസൺ പറയുകയാണ്. ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. മൗനമായിരിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ വചനത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ, വചന ഫലപ്രാപ്തിയുള്ളതായി മാറണമെങ്കിൽ, അതിനൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു എങ്കിൽ, സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ചിന്ത മാറ്റണം. വചനം കേട്ടാൽ മാത്രം പോരാ, ചിന്ത മാറ്റണം. ചിന്തയിൽ കയറി വരുന്ന ലോകമോഹങ്ങൾ, ഇഹലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചനകൾ, ഇതെല്ലാം മാറ്റുന്ന ഒരവസ്ഥ വരാതെ ഈ പറഞ്ഞ വചനത്തിന്റെ ഒന്നും ഫലം കാണാൻ കഴിയില്ല. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഇനി ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ ചിന്തയെ ഉയരത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. എന്താ കാര്യങ്ങൾ നടക്കാത്തതിന് കാരണം? നമ്മുടെ ചിന്തയെ ഉയരത്തിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ചിന്തയെ ഉയരത്തിലേക്ക് കണക്ട് ചെയ്താൽ സിറ്റുവേഷന്റെ വ്യത്യാസമുണ്ട്. ആ വാക്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്, അതെന്താ കാര്യം? ഈ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ മറ്റൊരാശയം കൂടെ കിടക്കുന്നുണ്ട്. അതായത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സന്നിധി സംഘത്തെ കുറിച്ച് കാണുന്നുണ്ട്. അന്നത്തെ യഹൂദന്മാരുടെ ഒരു മതകോടതിയാണ് സന്നിധി സംഘം. 70 പേരുടെ ഒരു കൂട്ടമാണ്, പ്രമാണിമാരായ 70 പേരുടെ ഒരു കൂട്ടമാണ് സന്നിധി സംഘം. അതൊരു കോടതിയാണ്. ആ കോടതിയിൽ ഒരു വ്യക്തിയെ, കുറ്റവാളിയെ കൊണ്ടുവന്നാൽ 2 ഗ്രൂപ്പായിട്ടിരിക്കും. ഇടതുവശത്ത് 35 പേരും വലതുവശത്ത് 35 പേരിരിക്കും. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് വിധി പറയാനായിട്ട് ഇരുത്തും. എന്നിട്ട് ഇടതുവശത്തിരിക്കുന്നവർ വന്നു നിൽക്കുന്ന പ്രതിയുടെ കുറ്റങ്ങളെല്ലാം പറയണം, അവൻ ചെയ്ത ദോഷപ്രവൃത്തികളെല്ലാം പറയണം. അപ്പോൾ വലതുവശത്തിരിക്കുന്നവർ അവനിൽ നന്മയുണ്ടെങ്കിൽ അതിലെ തെറ്റുകൾ തിരുത്തി, അത് തെറ്റല്ല, അവൻ അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവന് വേണ്ടി വാദിക്കുന്നവരെ വലത്തുവശത്ത് എഴുന്നേക്കണം. ഈ 2 പേരുടെയും വാദം കേട്ടിട്ടാണ് തീരുമാനം പറയുന്നത്. സ്തേഫാനോസിന്റെ കാര്യത്തിൽ അവർ തീരുമാനം പറയാൻ വേണ്ടി ഇടതുവശത്തുള്ളവരും എഴുന്നേറ്റ് അവനെതിരെ കുറ്റം പറഞ്ഞപ്പോൾ വലതുവശത്തെ ആരും എഴുന്നേക്കാനുണ്ടായില്ല. അങ്ങനെയാണ് സന്നിധി സംഘം തീരുമാനിച്ചത്, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തീരുമാനിച്ചു. ആ അധികാരത്തിന്റെ മധ്യത്തിലാണ് സ്തേഫാനോസിനെ കല്ലെറിയുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റിരിക്കുന്നതായ ഒരു ദർശനം കണ്ടു. വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു വ്യക്തിയും കാണാതിരുന്ന സമയത്ത് എനിക്കും നിനക്കും വേണ്ടി വലത്തുവശത്ത് നിന്റെ നന്മ പറഞ്ഞുകൊണ്ട്, നിന്റെ കുറ്റവാളി അല്ലെന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ നീതീകരിക്കുന്ന, നിന്നെ നീതിമാനായി എണ്ണുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ ചിത്രം നമ്മുടെ മനസ്സിലൊന്ന് കാണണം. പലരും നമ്മെ കുറ്റം പറഞ്ഞ് വിധിക്കുക, നീ ശരിയല്ല, നീ ഒരുത്തി കാരണമാ, നീ ഒരുത്തൻ കാരണമാന്ന് പറഞ്ഞ് പലപ്പോഴും നിന്ദിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ചിന്ത കൊണ്ട് മനസ്സ് വ്യാകുലപ്പെടാതെ ഉടനെ കണക്ട് ചെയ്യണം. എവിടേക്ക്? ഉയരത്തിലേക്ക് കണക്ട് ചെയ്യണം. ഉയരത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ചിന്ത കാണാം, അവരൊക്കെ കുറ്റം പറഞ്ഞാലും നിന്റെ പേരിൽ നീ നല്ലവനെന്ന് പറഞ്ഞ് നിന്നെ ന്യായീകരിപ്പാൻ, നിന്നെ നീതീകരിപ്പാൻ ഒരു ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പേര് എന്റെ പ്രിയനായ യേശു ക്രിസ്തു. ക്രിസ്തു യേശു എനിക്ക് വേണ്ടി ആ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ദുഃഖഭാരം അപ്പോഴേ മാറും. പകരം ദൈവം പ്രവർത്തിക്കും. നിന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ ശോഭിക്കാൻ തുടങ്ങും. മുഖം വാടുകയില്ല, ക്ഷീണിക്കുകയില്ല. വചനത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ഗ്ലോറി. ഇതെല്ലാം സത്യമായിരുന്നിട്ടും ഇതിന് പലപ്പോഴും അനുഭവിക്കാൻ കഴിയാതെ ഞെരുക്കിക്കളഞ്ഞിട്ട്, വചനത്തെ ഞെരുക്കിക്കളഞ്ഞ് നിഷ്ഫലമാക്കി തീർക്കുന്ന ചില അവസ്ഥകൾക്ക് ഒരു വ്യതിയാനം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ദൈവസഭയിൽ വചനത്തിന് കുറവില്ല. വിതയ്ക്കപ്പെടുന്ന വിത്തുകളുടെ എണ്ണം നോക്കിയാൽ അത്രമാത്രം വിത്തുകൾ, വചനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടും അതിന്റെ ഫലം കാണാതെ നിഷ്ഫലമായി പോയ അനുഭവങ്ങളുടെ മധ്യത്തിൽ യേശുവിന്റെ നാമം ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, ഒരു വലിയ ജയം വ്യാപരിക്കുന്ന, ഒരു വലിയ ജയം നേടുവാൻ പോകുന്ന ദിവസമാണിതിന്.
അപ്പോൾ ഓർക്കേണ്ടത്, നമ്മുടെ പരാജയത്തിന് കാരണം നമ്മുടെ ചിന്ത സ്വർഗവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. സ്വർഗവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. വചനം കേൾക്കുമ്പോൾ തന്നെ അത് സ്വർഗവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങളുമായിട്ടല്ല കണക്ട് ചെയ്യേണ്ടത്, സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യണം. എന്റെ കർത്താവ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് ഒന്ന് നോക്കിക്കാണാൻ വേണ്ടി അങ്ങോട്ടൊന്ന് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം. അത് തന്നെയല്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, 4-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പിയർ 4:6, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഗ്ലോറി. നമ്മൾ പ്രാർത്ഥിക്കുക, പക്ഷേ നമ്മൾ ആകെ വിചാരപ്പെട്ട പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു വ്യത്യാസം വരുത്തണം. വിചാരപ്പെട്ട് പ്രാർത്ഥിക്കരുത്, ഒന്നും നടക്കില്ല, ഇനി ഒന്നും നേരെയാവില്ല. ഇതാ മനസ്സിൽ കിടക്കുന്ന വിചാരം. അങ്ങനെ വിചാരിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. അവിടെ ഒരു പദം എടുത്ത് ഞാൻ പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടെ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രത്തോടുകൂടെ അറിയിക്കത്ര വേണ്ടത്. നമ്മൾ എപ്പോഴാണ് സ്തോത്രം പറയുന്നത്? ഒരു സ്തോത്ര പ്രാർത്ഥന വയ്ക്കുന്നത് എപ്പോഴാണ്? നന്മ ലഭിച്ചു കഴിയുമ്പോഴാ നമ്മൾ സ്തോത്രം പറയുന്നത്, നന്ദി യേശുവേ എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നത് എപ്പോഴാ? നന്മ ലഭിച്ചു കഴിയുമ്പോഴാ. അപ്പൊ ഈ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞതിന് കാര്യം മനസ്സിലായോ? വിചാരപ്പെട്ടാൽ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് മൂലം നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം നീളം കൂട്ടാൻ പറ്റുമോ? സാധിക്കില്ല. പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ, അവന്റെ എപ്പോഴത്തെ ഒരു വിചാരത, ഞാൻ 3 അടിയായി പോയല്ലോ, ആളുകളുടെ മുന്നിൽ ഞാൻ ഒരു കോമാളിയായി മാറിയല്ലോ എന്നോർത്തുള്ള ദുഃഖം അവനെ എപ്പോഴും വലട്ടും. അങ്ങനെ അവൻ വിചാരപ്പെട്ട് നടക്കും. അവന്റെ ആഴ്കാലം മുഴുവൻ വിചാരപ്പെട്ട് നടന്നാലും ഒരടി ഉയരം പോലും അവിടെ കൂടില്ല. അവൻ ആ ഉയരത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. എന്നാൽ എന്റെ കർത്താവ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തെങ്കിലും വിചാരപ്പെടാതെ, ഇങ്ങനെ വിചാരപ്പെടാതെ സ്തോത്രം പറയണം. കർത്താവ് എനിക്ക് തന്നു, അതാ സ്തോത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ ദൈവം നന്മ തുറന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന വിശ്വാസത്തോടെ നമ്മൾ യാചിക്കണം. നമ്മൾ ഇതിനൊന്നും ചെയ്യാറില്ല. വചനം കേൾക്കുക മാത്രം ചെയ്യും, തങ്ങളെ തന്നെ ചതിക്കും. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പരിശോധിക്കാറില്ല. മൗനമായിരിക്കണം എന്ന് പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ മൗനമായിരിക്കാതെ വീണ്ടും വീണ്ടും പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കില്ല. ദൈവേഷ്ടം നടക്കാൻ വേണ്ടി മൗനമായിരുന്ന് അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഉചിതമെന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തി. പലർക്കും അത് സാധിക്കുന്നില്ല. എന്താ കാരണം? ഞെരുക്കിക്കളയുക, നിഷ്ഫലമാക്കി കളയുന്ന ചില മുള്ളുകൾ വന്ന് നമ്മൾ ഞെരുക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. വരരുത്, അവിടെ നമുക്ക് ജയം വേണം. അപ്പൊ ഇവിടെ പറയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും ഏത് വിഷയത്തിലും പ്രാർത്ഥനയിൽ നടക്കും. അപേക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നടക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. ഇതാ പ്രാർത്ഥനയുടെ റൂള്. ലഭിച്ചു എന്ന് വിശ്വസിച്ച്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനോടാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അവൻ അസാധ്യമായത് ഒന്നുമില്ല. പക്ഷെ ഇത് എന്ത് ചെയ്താൽ തലേ കയറില്ല. ഇത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരില്ല. ഈ മേഖലയിലാണ് വിടുതൽ ലഭിക്കേണ്ടത്. ദൈവസഭയ്ക്ക് ലഭിക്കേണ്ട വിടുതൽ ഹല്ലേലൂയ ചിന്താമണ്ഡലത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ വചനം എടുത്ത് സംസാരിക്കുന്നത്. ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം വരാതെ ഒരു അനുഗ്രഹവും പ്രാപിക്കാൻ പോകുന്നില്ല. വചനത്തിന്റെ ഒരു ഫലവും നമ്മൾ പ്രാപിക്കാൻ പോകുന്നില്ല. നിഷ്ഫലമായി പോകും. നിഷ്ഫലമായി പോയ അവസ്ഥകൾക്ക് പരിഹാരം വന്ന് ഇനി ദൈവസഭയിൽ നടക്കേണ്ടത് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ നടക്കണം. അതിശയങ്ങൾ നടക്കണം. വീര്യപ്രവർത്തികൾ നടക്കണം. ഇതൊക്കെ തിരുവചനം പറഞ്ഞ് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് നിറവേറുന്നില്ലെന്നാ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. അതാണ് ദൈവമക്കളുമായി പങ്കുവെക്കുന്നത്. ഇനി അങ്ങനെ പറ്റില്ല, ഇനി അങ്ങനെ പറ്റില്ല. നാളുകൾ തീരും മുമ്പ്, നമ്മുടെ ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് ഈ ദൈവിക നന്മകൾ, ഈ ദൈവിക സത്യങ്ങൾ, ഈ നമ്മൾ വെറുതെ പോകുന്ന രീതി മാറിയിട്ട് അതിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവത്തിന്റെ വചനം അവന് പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. അയച്ചവന്റെ വചനം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങുകയില്ല. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ദൈവ പ്രവൃത്തി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് അത് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം,
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ് പറയാ, എന്തു തിന്നും എന്തു കുടിക്കും എന്ന നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഒരു വിഷയത്തെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെ വിചാരപ്പെടുത്തുന്നത്. എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും, ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. തിന്നാനും ഉടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ പലപ്പോഴും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമുക്കത് വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ വിചാരപ്പെടാറില്ല. എന്ത് തിന്നുന്ന ആലോചിക്കാറുള്ളത്, ഏതൊക്കെ എടുത്ത് തിന്നണ്ടേന്ന്. രീതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു വിഷയത്തെക്കുറിച്ചും, ഫൈനാൻഷ്യലായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാകട്ടെ, മറ്റേ ശാരീരികമായ വിഷയത്തെക്കുറിച്ചാകട്ടെ, മറ്റ് ഏത് വിഷയത്തെക്കുറിച്ചും, ആത്മീയവും ഭൗതികമായ വിഷയത്തെക്കുറിച്ചും വിചാരപ്പെടരുത്. അത് നമ്മുടെ നന്മയ്ക്ക് തടസ്സമാണ്. ആത്മീയ നന്മയ്ക്ക്, ദൈവ പ്രവൃത്തിക്ക് തടസ്സമാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകരുത്. ഉയരത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ചിന്ത അതാണ്. എങ്ങനെയും എൻ്റെ ചിന്താമണ്ഡലം ഒന്ന് മാറ്റിയെടുത്ത്, വചനം പറയുന്നത് പോലെ ഉയരത്തിലേക്കൊന്ന് കണക്ട് ചെയ്യണം. എൻ്റെ ചിന്ത ഒന്ന് കണക്ട് ചെയ്യണം. ഈ വിചാരപ്പെടുന്ന ചിന്തകളൊക്കെ ഒന്ന് മാറിയിട്ട് ഉയരത്തിലേക്ക് കണക്ട് ചെയ്ത് ദൈവത്തെ ഒന്ന് കാണണം. കർത്താവിനെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെ ഒന്ന് കാണണം. യെരമ്യാ പ്രവചനം 33-3 വാക്യം. ഉയരത്തിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാം. ചില കാര്യങ്ങൾ പറയാം. 33-3, യെരമ്യാ പ്രവചനം 33-3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഈ ഉയരത്തിലേക്ക് കണക്ട് ആകുമ്പോൾ മാത്രമേ ഈ ചിന്താവിചാരങ്ങളിൽ പെട്ട്, ലോകമോഹങ്ങളിൽ പെട്ട് നമ്മളിവിടെ വചനം ഞെരുക്കി നിഷ്ഫലമായി പോകുന്ന അവസ്ഥ വിട്ട് നമ്മുടെ തോട്ട്സ് പ്രോസസ്സ് മുഴുവൻ ഹെവനുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരമരുളും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ സാധാരണ ദേവാസന്മാരൊക്കെ പറയുന്ന ഇതാണ്, ഫോൺ നമ്പറായിട്ട് പറയാറുണ്ട്. 333 ഡയൽ ചെയ്യാൻ പറയും. 333 എന്ന് പറഞ്ഞാൽ യെരമ്യാ പ്രവചനം 33-3 മറക്കാതിരിക്കാൻ വേണ്ടിയാ. 333 എപ്പോഴും ഓർക്കേണ്ട ഒരു വാക്യാ. 333 അങ്ങനെ പറയാറുണ്ട്. നീ അറിയാത്ത മഹത്തായ ഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥന കേൾക്കുന്നത് മാത്രമല്ല, നിനക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, ആത്മീക മർമ്മങ്ങളൊക്കെ ദൈവം അറിയിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇത് നമ്മുടെ പരാജയങ്ങൾ. ദൈവസഭയിൽ ഒന്ന് ഓർത്തു നോക്കിയേ, കടന്നു വരുന്ന ഓരോ വ്യക്തികളും അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗവുമായി കണക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആത്മീക മർമ്മങ്ങൾ അവർ പറയില്ലേ. ഇന്നെന്താ എല്ലാവരും മൗനമാവുന്നതിന് കാരണം? ഒന്നും കണക്ഷൻ കിട്ടിയിട്ടില്ല. ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടുന്നില്ല. വെളിപ്പെട്ട് കിട്ടിയാൽ മൗനമായിട്ടിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ആലോചന നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. നമ്മൾ കൊണ്ടുവന്ന ആ പങ്ക് എല്ലാവർക്കും ഒന്ന് വിഭജിച്ചു കൊടുക്കും. കർത്താവ് അത് എല്ലാവർക്കും നൽകി വേണ്ടുവോളം ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂട്ടായ്മയിൽ ഒരു തൃപ്തി വരുവുള്ളൂ. ഇതിന് തടസ്സം പറഞ്ഞത് നമുക്ക് മാറണം. ഈ സ്ഥിതിക്കൊരു മാറ്റം വരണം. ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പോരുകളിൽ നിന്ന് നമുക്കിന്ന് ജയം കിട്ടിയേ വെച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1:51 പറയുന്നു, തന്റെ ഭുജം കൊണ്ടും അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. കർത്തൃദാസി പറഞ്ഞ പ്രവചനമാ. പ്രവചനത്തിൽ പറയുക, ഹൃദയ വിചാരത്തില് അഹങ്കാരം വന്നു കയറുക. ഞാൻ ആരോ ആയി, അവരൊക്കെ ഒന്നിനും കൊള്ളില്ല. ആത്മീക നിഗളം, അവരൊക്കെ എന്തിനാ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അവരെ പോലെ ആയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കാതിരിക്കുക. നമ്മുടെ പുറവശം നമുക്ക് കാണാൻ കഴിയാതെ അഹങ്കരിക്കുന്ന ഒരു ഹൃദയം നമ്മൾക്കുണ്ടെങ്കിൽ ചിതറിച്ചു കളയും. ഒരു നന്മയും പ്രാപിച്ചെടുക്കാൻ കഴിയില്ല, ശേഖരിക്കാൻ കഴിയില്ല, ഒന്നും കൂട്ടിവെക്കാൻ കഴിയില്ല, നഷ്ടപ്പെട്ടു പോകും. അവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ, ചിന്തകളെ, തോട്ട് പ്രോസസ്സിനെ സ്വർഗവുമായി കണക്ട് ചെയ്യണം. ഇനി കണക്ട് ചെയ്യേണ്ട വിഷയങ്ങള് ഒരു 4 പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് ചുരുക്കാം. യെശയ്യാ പ്രവചനം 55-6 വാക്യം. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അപ്പോൾ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്
അവനെ അന്വേഷിപ്പിൻ. എല്ലാ വിഷയത്തിലും നമ്മൾ അന്വേഷിക്കണം, കർത്താവിനെ അന്വേഷിക്കണം. ഏത് പ്രോബ്ലം വന്നാലും തോട്ട് പ്രോസസ്സിൽ നമ്മൾ കാണേണ്ടത് കർത്താവ് ഈ വിഷയത്തിൽ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് എങ്ങനെ പ്രവർത്തിക്കും. ഞാൻ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അത് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കണം. അല്ലാതെ അതിനുവേണ്ടി ദുഷ്ടൻ പ്രവർത്തിക്കുന്നത് ഓർത്ത് ഭാരപ്പെടരുത്. ദുഷ്ടന് എന്ത് ചെയ്താലും അത് നിഷ്ഫലമായി പോകും. നീ കണക്റ്റ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം നിന്നെ തൊടാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നേ ഇല്ല. യാക്കോബിന്റെ തല പോയി, നീ പത്രോസിന്റെ തല പോകുന്ന വഴി പറഞ്ഞിരിക്കുന്നത്. നേരം വെളുത്ത തല വെട്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഓർക്കാതെ അവൻ സ്വർഗവുമായി കണക്ട് ചെയ്ത് സുഖമായി ഉറങ്ങുക. അവന്റെ ഉറക്കം കണക്ഷൻ സ്വർഗത്തിലേക്ക് കിട്ടിയപ്പോൾ സ്വർഗത്തു നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീ പുറത്തു പോക്കോളാൻ പറഞ്ഞു, നീ പുറത്തു പോക്കോളാൻ പറഞ്ഞു. ലോകം വിധി എഴുതിയിരിക്കുന്നത് നിന്നെ തടവിലാക്കി, നിനക്ക് ഇനി സ്വാതന്ത്ര്യമില്ല, നീ ചലനം നിഷ്ഫലമാകാൻ പോവുക, ചലനം അറ്റുപോകാൻ പോവുക. എന്നാൽ എന്താണ് എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി? കണക്ഷൻ കൊടുത്തപ്പോൾ കണക്ഷന്റെ മധ്യത്തിൽ ആൾ ഇറങ്ങി വന്നു. യാക്കോബ് കിടന്നുറങ്ങുക. മറ്റ് ചിന്താവിചാരങ്ങളാൽ അലട്ടുമ്പോഴാണ് നമ്മുടെ ഉറക്കം പോകുന്നത്. എന്താ ഉറങ്ങാൻ പറ്റാത്തത്? 2 മണി വരെ ഉറങ്ങി. മാസ്റ്റർ 2 മണി കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണർന്നതാ. പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. തിരിഞ്ഞു കിടന്നും മറിഞ്ഞു കിടന്നു, വെള്ളം കുടിച്ചു വന്ന് കിടന്നു, എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? നീ സ്വർഗമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. നീ എത്ര വലിയ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും, മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും കാടിന്റെ സ്ഥലമാണെങ്കിലും, ഒരു കല്ലാണ് തലവണയായിട്ട് വയ്ക്കാൻ കിട്ടിയതെങ്കിലും, സ്വർഗവുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ നിനക്ക് ഒരു തടസ്സവും വരില്ല. ആ കണക്ഷനിലൂടെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ദൂതന്മാരുടെ സാന്നിധ്യം യഹോവ ഈ സ്ഥലത്തുണ്ട്. സത്യം ഞാൻ അറിഞ്ഞില്ല, അറിയാത്ത കാര്യങ്ങൾ, അതിമഹത്തായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഇതൊന്ന് കണക്ട് ആയാൽ മതി. കണക്ട് ആയാൽ കാര്യങ്ങൾ അറിയിക്കും. നമ്മൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സ്വർഗീയ സേനയെ ഒന്ന് കാണാൻ പറ്റും, കണ്ണ് തുറന്ന് കാണാൻ പറ്റും. ഇത് കണക്ഷൻ ആവാത്തതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയത്തിലും കിടന്നുറങ്ങുമ്പോൾ ആഗ്രഹിക്കുന്ന ചിന്താ പ്രശ്നങ്ങളെല്ലാം സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യേ. എന്നിട്ട് കർത്താവിനെ അന്വേഷിക്കേ. കർത്താവേ, ഈ കാര്യം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു, ഇനി ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? കർത്താവേ, അങ്ങ് ഇതിനു വേണ്ടി പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കുന്ന വിധങ്ങളെ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണമേ. ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്ന് കണക്ട് ചെയ്തോ. വചനവുമായിട്ടൊന്ന് ചേർത്ത് ബന്ധിക്കേ, വചനവുമായിട്ട് ചേർത്ത് ബന്ധിക്കേ. ഒരു വാക്തത്വ വചനം കൂടെ അതിന് കൂടെ ചേർന്ന് പറഞ്ഞ് അത് ചിന്തിച്ച് ധ്യാനിച്ച് കിടക്ക്. ഉറക്കമൊന്നും തടസ്സപ്പെടില്ല. പകരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൂതസഞ്ചയത്തിന്റെ പ്രവൃത്തികൾ കാണാനായിട്ട് കഴിയും. 2 സങ്കീർത്തനം 105-ന്റെ 4-ാമത്തെ വാക്യം, 105-ന്റെ 4-ാമത്തെ വാക്യം. യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. ഈ കണക്ഷൻ വിട്ടുപോകരുത്, ഇടവിടാതെ അന്വേഷിക്കണം. പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ എപ്പോഴും പറയും, കർത്താവെ ഞാൻ പുറത്തു പോവുകയാണ്, കർത്താവെ അങ്ങ് എൻ്റെ കൃപയും സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ, കർത്താവെ പോകുന്നിടത്ത് അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ, ഉപ്പിനാൽ രുചി വരുത്തിയ സംഭാഷണം തരണമേ, ജോലി സ്ഥലത്ത് കർത്താവെ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ, കർത്താവെ ദൈവമില്ലാത്തതൊന്നും എന്നിലൂടെ നടക്കാൻ ഇടവരുത്തരുതേ, പൂർണ്ണ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്, കർത്താവെ എന്നെ സഹായിക്കണമേ. ഇത് ഹൃദയത്തിലൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും അവൻ്റെ മുഖത്തെ അന്വേഷിച്ച് കർത്താവെ തിരുസാന്നിധ്യം വേണം, കർത്താവെ അങ്ങനെ കൃപ വേണമെന്ന് പറഞ്ഞ് ഹൃദയം ഷെയർ ചെയ്ത് ഹൃദയം പങ്കുവെച്ച് തോട്ട് പ്രോസസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ച് ലോകമനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ലോകത്തിന് ചിന്തകൾ കൊണ്ടൊന്ന് കയറരുത്. പകരം നമുക്ക് എന്താ പറഞ്ഞത്, ഇന്ന് വണ്ടി പോയി വല്ലയിടത്തും പിന്നെ ഒന്ന് മറിയാവോ, വല്ലയിടത്തും ഒന്ന് ഇടുക്കിയാവോ, അതോ ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോണാവോ? ഇതൊക്കെ ദുഷ്ടം കൊണ്ടിരുന്ന ചിന്തയാണ്, ലോകത്തിന്റെ ചിന്തകളാ. ഇതൊന്നും കൊണ്ടുവരാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, തൻ്റെ ചിറകിന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്, അവൻ എന്നോട് എപ്പോഴും ഉണ്ട്, ആ നിഴൽ വിട്ടുള്ള ഗ്യാപ്പ് വന്നിട്ടില്ല, അവൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വന്നാൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. 3-ാമത്തത് ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? തിന്മയെക്കുറിച്ച് ചിന്തിക്കരുത്. ദുഷ്ടം കൊണ്ടുവരുന്ന ഒരു തിന്മയെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും അനർത്ഥത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിക്കണ്ട. പകരം നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. 2 കാര്യമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഈ രോഗം എന്നെ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. രോഗത്തെ സൗഖ്യമാക്കുന്നതിനാണ് എൻ്റെ കർത്താവ് ഉയരത്തിലുള്ളത്. അവൻ്റെ ഒരു വാക്ക് മതി എനിക്ക് സൗഖ്യം വ്യാപരിക്കും. അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ശിരകളിൽ അത് വ്യാപരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ രക്തധമനികളിലൂടെ ദൈവശക്തി പ്രസരിക്കുന്നുണ്ട്. രക്തധമനികളിലൂടെ ദൈവശക്തി പ്രസരിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയണം. അങ്ങനെ നമ്മളൊന്ന് കണക്ട് ആയാൽ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. ഏത് വഴിക്ക് പോവുകയാണെങ്കിലും കൂടെ വരുന്നത് ആരാ? സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ യഹോവ. നമ്മൾ തോറ്റുപോകില്ലെന്നതിന്റെ അർത്ഥം ഇടപെടുന്ന വിഷയത്തിൽ തോറ്റുപോകില്ല. ആ പരാജയ വീതി മാറ്റിയാട്ടെ, ആ പരാജയ വീതി മാറ്റിയാട്ടെ, മുന്നോട്ട് പോകാം. സെഫന്യാവിന്റെ പുസ്തകം 2:3 വാക്യം. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ. 2, നീതി അന്വേഷിപ്പിൻ. 3, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തെ മറിഞ്ഞിരിക്കാം. ഒരു കോപം ദൈവകോപം വരാതിരിക്കണമെങ്കിൽ കണക്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. അവനെ അന്വേഷിപ്പിൻ. എല്ലാ വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കണം. മറ്റൊരാളല്ല അന്വേഷിക്കേണ്ടത്. അയാൾ വന്ന് സഹായിക്കട്ടെ, ഇയാൾ വന്ന് സഹായിക്കട്ടെ, അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ, അയാളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയട്ടെ, ഇയാളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയട്ടെ. ഇതൊക്കെ വിട്ടിട്ട് അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ. ദൈവിക നീതിയെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. സൗമ്യത അന്വേഷിപ്പിൻ. കർത്താവ് എന്നെ സൗമ്യനാക്കണമേ. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് സൗമ്യത. ആ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. കർത്താവ് എന്നെ ഇനി സൗമ്യനാക്കണമേ, കോപം എന്നിൽ നിന്ന് പൂർണ്ണമായി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒന്നും കൂടെ പറഞ്ഞാൽ സൗമ്യത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ നമ്മുടെ സൗമ്യത പുറത്തു വരണം. അതായത് മോശ സൗമ്യനാന്ന് പറഞ്ഞു, ഭൂതലത്തിലൊക്കെ അതിസൗമ്യനാന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ കാണുന്നത് കൽപ്പല ഒക്കെ എറിഞ്ഞു ഉടയ്ക്കുന്ന മോശയൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് എന്താ അങ്ങനെ പറഞ്ഞു ചിന്തിക്കും. പക്ഷേ മോശയുടെ സൗമ്യത കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഹരോനും മിരിയാമും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവനെ കുറ്റം പറയുന്ന സമയത്ത് അവൻ സൗമ്യനായിരുന്നു, ഒരക്ഷരം മിണ്ടിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സൗമ്യനായിരുന്നു. നമ്മുടെ സൗമ്യത പുറത്തു വരേണ്ടത് നമ്മളെ ഇല്ലാതെയാക്കി ചെറുതാക്കി സംസാരിക്കുമ്പോൾ, നമ്മളൊരു പൊട്ടനെ പോലെ സംസാരിക്കുമ്പോൾ, നമ്മളെ നിന്ദിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്കും വരാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ സൗമ്യതയെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പരാജയം എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ്. 5-ാമത്തെ കാര്യം കൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മത്തായി 6:33 നമുക്ക് പരിചയമുണ്ട്. മുമ്പേ ഒരു രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥനയുടെ ഫലം കിട്ടണോ? പ്രാർത്ഥനയുടെ ഫലം കിട്ടണോ? പ്രാർത്ഥനയുടെ ഫലം കിട്ടണോ? മുമ്പേ നമ്മൾ അന്വേഷിക്കേണ്ട ചിന്തയിൽ മാറ്റണം. ചിന്തയിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത. കർത്താവേ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. ചില ആത്മാക്കളെ എനിക്ക് തരണമേ. ചിലരുടെ പേര് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവരാജ്യവും നീതിയും. കർത്താവെ, എന്നെ നീതീകരിക്കുന്ന, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ സ്തെഫാനോസിന്റെ കാര്യം ഓർത്താൽ മതി. നമുക്ക് വേണ്ടി നീതീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന കർത്താവിനെ കുറിച്ച് ഓർക്കണം. കർത്താവെ, അങ്ങ് നീതീകരിച്ചില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല. ആ വലിയ പ്രോസസ്സിന് വേണ്ടി അങ്ങ് കാൽവറിയിൽ യാഗമായി അങ്ങേ രക്ഷകൻ എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ നീതീകരിക്കാൻ പോകുന്ന ആ മഹത്തായ അങ്ങയുടെ വലിയ ശ്രേഷ്ഠമേറിയ ആ മഹാദാനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ലഭിക്കും. പ്രാർത്ഥനയിലെ പരാജയം മാറ്റുവാൻ, സമ്പൂർണമായ ഒരു പരാജയം മാറ്റുവാൻ ഒരേ ഒരു കാര്യം, നമ്മുടെ ചിന്താമണ്ഡലം ഒന്ന് മാറ്റണം. ചിന്തയെ സ്വർഗവുമായി കണക്ട് ചെയ്യണം. ചിന്തയെ സ്വർഗവുമായി കണക്ട് ചെയ്യണം. വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്നു വന്നിട്ട് വചനത്തെ ഞെരുക്കിക്കളയാൻ ഇടവരുത്തരുത്. അങ്ങനെ വചനത്തെ ഞെരുക്കിക്കളഞ്ഞാൽ വചനത്തിന്റെ പ്രവൃത്തി നടക്കാതെ അത് നിഷ്ഫലമായി പോകും. നല്ല നിലമായി ഒന്ന് മാറട്ടെ, നല്ല നിലമായി മാറട്ടെ. വചനം വിത്താണ്. ആ വിത്തിന്റെ പ്രവൃത്തി 100 മേനി റിസൾട്ടാണ്. യഥാർത്ഥത്തിൽ വചനത്തിന്റെ റിസൾട്ട് 100 മേനിയാ, 100% അത് നടന്നിരിക്കും. എന്നാൽ നടക്കാത്തതിന് കാരണം 10 മേനിയായും 20 മേനിയായും ഒക്കെ ചുരുങ്ങിയതിനൊക്കെ കാരണം എന്താ? ഞെരുങ്ങിപ്പോയ ചില ചിന്തകൾ. ആ ചിന്തകളെ ഒന്ന് മാറ്റി, തോട്ട് പ്രോസസ്സിനെ മാറ്റി നമുക്ക് ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാനും ചിന്തിപ്പാനും നമുക്ക് ഒരുങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.